എന്റെ നായികയും പരസ്പരം കണ്ടോ എന്തോ? മുഖം കണ്ടിട്ട് നല്ല നിരാശയുണ്ടല്ലോ. മിക്കവാറും കണ്ടു കാണും. എന്താ ചേച്ചി? കാണാൻ പറ്റിയില്ല. ഓ, ആശ്വാസമായി. എന്താ? അല്ല, പരിക്ക് പറ്റി ഐസിയുലൊക്കെ കിടക്കയല്ലേ. അപ്പോ അങ്ങനെ ഒരാളെ കാണുന്നത് വലിയ വിഷമാണല്ലോ ചേച്ചിക്ക്. അതുകൊണ്ട് കാണാതിരുന്നത് ആശ്വാസമായെന്ന് പറയുമായിരുന്നു. എന്നുവെച്ച് ഞാൻ കാണാനായിട്ടല്ലേ വന്നത്. അപ്പൊ പിന്നെ കാണാൻ കഴിയാത്തത് നിരാശയല്ലേ? എന്താ കാണാൻ പറ്റാതെ പോയത്? മേഘേട്ടൻ ഐസിയുല. ഓ, ഇത് വിസിറ്റിംഗ് ടൈം അല്ലെന്നാ മേഘേട്ടന്റെ അച്ഛൻ പറഞ്ഞ. ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. എങ്കിലും നല്ല പരിക്കുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ കാറിന്റെ പിന്നിൽ കൊണ്ടുവന്ന് ലോറി ഇടിച്ചതല്ലേ ചേച്ചി? അപ്പോ ശരീരത്തിൽ ഒടിവും ചതവൊക്കെ കാണും. നമ്മളിന്ന് പോയ കുടുംബക്ഷേത്രത്തിലെ ദേവിക്ക് ഭയങ്കര ശക്തിയാ. അതുകൊണ്ട് മേഘേട്ടന്റെ മുറിവൊക്കെ പെട്ടെന്ന് കരിയും. ആളുടനെ ഡിസ്ചാർജ് ആവുകയും ചെയ്യും. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. ആ അമ്പലത്തിൽ വന്ന് നിന്നപ്പോ തന്നെ മൊത്തത്തിലൊരു തണുപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ അകത്തേക്ക് നോക്കി തൊഴുതപ്പോ ദേവിക്ക് എന്തോ ഒരു ചൈതന്യമുള്ളതുപോലെ തോന്നി. മനസ്സിനകത്ത് കളങ്കമില്ലാത്തവര് ദേവിയുടെ മുന്നിൽ ചെന്ന് നിന്നാ അതൊക്കെ അനുഭവപ്പെടും സാഗറെ. ഇനി ഏതായാലും ഞാൻ പോകുമ്പോ സാഗറും കൂടെ പോരെ. മനസ്സറിഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞാ ദേവി അതിത്തിരി വൈകിയാണെങ്കിലും നടത്തിത്തരും. അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ കയറിയ ഇവൾ എത്രയും പെട്ടെന്ന് ഞാനുമായിട്ട് കൂടിച്ചേരണം. കണ്ണൻ്റെ സ്ഥാനത്ത് സാഗർ വരണം. പോവാൻ ചേച്ചി. പോവാം. അവിടെ പോയിട്ട് അവനെ കാണാൻ പറ്റില്ലല്ലേ? ഇല്ല. എങ്ങനെ അറിഞ്ഞു? അമ്മാവൻ എന്നെ വിളിച്ചിരുന്നു. മേഘന ഐസിയുലായതുകൊണ്ട് തനിക്ക് കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടും വിസിറ്റിംഗ് ടൈം ഇനി വൈകുന്നേരമാന്നാ പറഞ്ഞേ. അതുകൊണ്ടാ ഞാനിങ്ങ് പോന്നെ. സാരമില്ല, ഇനിയിപ്പോ അവനെ വാർഡിലേക്ക് മാറ്റിയെടുത്താൻ പോയാൽ മതി. എല്ലാവരുടെയും മുഖത്തൊരു നീരസമുണ്ട് കണ്ണേട്ടാ. കരുണ പിണങ്ങിപ്പോയതിന്റെ ദേഷ്യമുണ്ട്. അതിനിപ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം പറഞ്ഞാ കേൾക്കോ? താൻ പറയ്. അത് പിന്നെ ഉണ്ണിയോട് പറയണം കരുണയെ പോയി വിളിച്ചോണ്ട് വരാൻ. നമ്മുടെ മനസ്സ് ഒരുപോലെയാ സഞ്ചരിക്കുന്നേ. ഞാൻ കുറച്ചു മുമ്പ് ഉണ്ണിയോട് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ കരുണയെ പോയി വിളിച്ചോണ്ട് വരാൻ. എനിക്കതിന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ താനിത് പറയുമെന്നറിയാം. അത് മനസ്സിലാക്കിയിട്ടാ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. ഉണ്ണിക്ക് കുടുംബജീവിതം ഇല്ലാതാവുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ അവളെപ്പോലൊരു അഹങ്കാരിയായ പെൺകുട്ടിയെ കൈയും കാലും പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നാല് അവളെ പിന്നെ നിയന്ത്രിക്കാൻ പാടാണ്. പോട്ടെ കണ്ണേട്ടാ. അവൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് അവളുടെ തെറ്റല്ല. അതിന് കുറ്റപ്പെടുത്തേണ്ടത് അവളുടെ അച്ഛനെയും മുത്തശ്ശിയും തന്നെയാ. അവളുടെ വളർത്തുദോഷം മറ്റുള്ളവർ സഹിക്കണോ? തിരിച്ചു വന്നാലും മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടമുണ്ടാവും. അത് അവളും അവളെ വളർത്തിയവർ മനസ്സിലാക്കിയ നല്ലത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.